Good afternoon. Good afternoon, ma'am. ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഇന്ന് പ്രയർ ആരാണ്? ഞാനാണ് മാം. പറഞ്ഞോ സ്റ്റാർട്ട് ട്ടാ. ചെയ്യട്ടെ. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, owner of the day of judgment, owner of the day of judgment. Thank you, ma'am. താങ്ക് യു. സൈനിൻ ആരാണ്? ഹെലൻ കെല്ലറുടെ ഒരു കോട്ട് കൊണ്ട് നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Alone we can do so little, together we can do so much. നമ്മൾ ഒറ്റക്ക് ചെയ്യണേക്കാട്ടൊക്കെ നമുക്ക് ഗ്രൂപ്പായി ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും, പക്ഷേ അതൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നമ്മൾ ഒന്നിച്ച് ഐക്യത്തോടെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ പറ്റും എന്നാണ് പറയുന്നത്. സൈൻ ബൈ റിഷാന. താങ്ക് യു. നല്ല കോട്ടാണ് കേട്ടോ. താങ്ക് യു മാം. എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായിരുന്നുണ്ടോ ചെയ്യാനായിട്ട് ലാസ്റ്റ് ക്ലാസ്? കൊഹിഷൻ എന്നുള്ള സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററിന്റെ അത് നമുക്ക് മനസ്സിലായത് സമ്മറി ആയിട്ട് പറയാനായിരുന്നു എന്ന് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വൃന്ദ എന്താ പറയാൻ വന്നേ? അല്ല, ഇത് പറയാൻ വന്നത് മിസ് 2 ചാപ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് 6 ആണ്. ജസ്റ്റ് അതിന്റെ ഇമേജ് ഒന്ന് ഷെയർ ചെയ്യാം. ആരൊക്കെയാ റെഡി ആയിരിക്കുമെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചോ കേട്ടോ. ഫസ്റ്റ് വൃന്ദയാണ് പ്രസന്റ് ചെയ്തോട്ടെ. വൃന്ദ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? ക്യാമറ ഇപ്പൊ ഓൺ ചെയ്യുന്നില്ല മിസ്. ഓക്കെ, പ്രസന്റ് ചെയ്തോ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റി ഓഫ് കൊഹേഷൻ. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അതിൽ നമ്മൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണെന്നൊക്കെ ബിഹേവ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ സൊസൈറ്റി ഓഫ് കൊഹേഷനിൽ വരുമ്പോൾ ഇപ്പോൾ മോണ്ടിസോറി എൻവയോൺമെൻറ്റിലുള്ള നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് നമ്മൾ കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കും. കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രീഡം. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മോണ്ടിസോറിലെ കുട്ടികൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഇപ്പോൾ പല ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ എൽഡർ വൺസ് നമ്മളെ യങ്ങർ വൺസിന് ഹെൽപ്പ് ചെയ്യും. എന്തെല്ലാം ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എൽഡർ വൺസ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ യങ്ങർ വൺസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പരസ്പരം അങ്ങനെ മനസ്സിലാക്കും. ഒരു കോമ്പറ്റീഷൻ മൈൻഡല്ല, ഒരു പരസ്പരം സഹകരിച്ചും സഹായിച്ചിട്ടുള്ളൊരു പഠനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരിൽ ലവ്, കെയർ, സിമ്പതി, വർക്കിംഗ് ടുഗദർ അങ്ങനെ എല്ലാ ക്വാളിറ്റീസും ബിൽഡാവും. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നല്ലൊരു പൗരന്മാരെ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതുപോലെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുള്ളത് കാരണം അവർക്ക് നല്ല ഓൾഡർ വൺസ് നല്ല പ്രാക്ടീസ് ഉണ്ടാവും, ക്ലാസ്സൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മളുടെ യങ്ങർ വൺസ് ഓൾഡർ വൺസിനെ ആണ് റോൾ മോഡലായി കാണാം. അവരെങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നു. അതുപോലെ നമുക്ക് ഹാർമണി, അതുപോലെ ടുഗദർനെസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൊസൈറ്റിക്ക് നല്ലൊരു പൗരന്മാരെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ പിന്നെ കൊഹേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. റെസ്പെക്ട് സമ്മപ്പ് പോലെ പറഞ്ഞാൽ മതി. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓരോന്നെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് മോൻ എന്താണോ മനസ്സിലായതിന്റെ ഒരു സമ്മപ്പ് എല്ലാവരും ഒരുമിച്ച്.
ഓക്കെ. അപ്പോൾ സൊസൈറ്റി ഓഫ് കൊഹേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്താ എല്ലാം ചെയ്ത് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. അതുപോലെ നല്ല മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അല്ല, നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും എല്ലാവരും മുന്നോട്ട് പോകുന്നു. നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസിൽ കൊണ്ട് വെക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സും കൂടി റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണെന്ന് ചിന്തിച്ചിട്ട് ഇപ്പോൾ ഒരു കുട്ടി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പിടിച്ചു വാങ്ങാനോ തല്ലു പിടിക്കാനോ ചെയ്യാതെ അവരുടെ ഊഴം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അവർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ഒബീഡിയൻസ്, അനുസരണ, അത് നമ്മൾ സാധാരണ മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ ഫ്രീഡം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിൽഡാവും അനുസരണ. നമുക്ക് എന്നിട്ട് പറയാം, മറ്റുള്ള സാധാ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ തർക്കങ്ങൾ, വഴക്കുകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അറിയാം എങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം, എങ്ങനെ കാമായിട്ടിരിക്കണം, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അവർക്ക് സ്വയമായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് കാമായിട്ട് ചിന്തിക്കും. അങ്ങനെ അതായത് നല്ലൊരു സൊസൈറ്റിയിലേക്ക് നല്ലൊരു കുട്ടികളെ അല്ലെങ്കിൽ നല്ലൊരു പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സൊസൈറ്റി ഓഫ് കൊഹേഷൻ. എനിക്ക് മനസ്സിലായത് ആദ്യമായിട്ടായൊരു ടെൻഷൻ. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ശീലായിക്കോളും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നേ? ഋഷാന. ഓക്കേടാ, പറയാനുള്ള ഒരു മെസ്സേജ് അയക്കണം കേട്ടോ, എന്നാലും എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പറഞ്ഞോ ഋഷാന. Okay, ma'am. In a Montessori classroom, normalization is achieved through a carefully prepared environment that promotes independent, self-directed learning and collaborative play. By providing children with the freedom to make choices and take risks, we can help them develop a sense of agency, self-confidence, and self-worth. What is the meaning of cohesion? Cohesion refers to the bonds that hold individuals together within a group or committee. It's the glue that creates a sense of unity, shared identity, and cooperation. In the context of the Montessori method, cohesion is about creating an environment where children feel seen, heard, and valued. അതായത് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ കൊഹീഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ നമ്മൾ പഠിച്ചു. നോർമലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതായത് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടി നോർമലൈസ്ഡ് ആയെന്ന് പറയാം. അത്തരത്തിലുള്ള നോർമലൈസ്ഡ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു ഏകീകരണമാണ് ഈ കൊഹീഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു പരിസ്ഥിതി, നല്ലൊരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുക്കണത് കൂടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. ഈ കൊഹീഷൻ അതിന്റെ ഒരു അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നിച്ചുള്ള ഏകീകരിച്ചിട്ടുള്ള ആക്ടിവിറ്റികൾ, അതുപോലെ കുട്ടികളുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വർദ്ധിക്കുക, അങ്ങനെ അതൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അവര് മറ്റുള്ളവരുടെ അവകാശത്തെയും കൂടി പരിഗണിച്ച് ബഹുമാനിച്ച് അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യും. അതുപോലെ അവരെ അവിടെ അനുസരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടം പഠിപ്പിച്ചോ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. അവരൊന്നിച്ച് ഹാപ്പി ആയിട്ട് നല്ല പീസ് ആൻഡ് ഹാർമണി ആയിട്ട് അവര് സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യും. അത്തരത്തിലുള്ള ഇതാണ് കൊഹീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ വടി എടുത്തിട്ടോ അല്ലെങ്കിൽ അവരെങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കേണ്ട കാര്യമല്ല. അവർ ചെയ്യുന്ന വർക്കിനോട് അവർക്ക് ആത്മാർത്ഥത ഉണ്ടാകും. കൂടെയുള്ള ആദ്യം പഠിച്ച കുട്ടികൾ, പുതുതായി വരുന്ന കുട്ടികളെ അവരെ കൂടെ കൂട്ടിയിട്ട് അവരെ ഒട്ടും പേടിപ്പെടുത്താത്ത തരത്തിൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും കൂടി അവരോടൊപ്പം ചേർത്ത് നിർത്തിയിട്ട് ഓരോ ആക്ടിവിറ്റി, മെറ്റീരിയൽസ് ഒക്കെ കുറവാണെങ്കിലും അവർക്ക് മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുത്ത് ഒരാളുടെ കഴിയുമ്പോൾ ഒരാളായിട്ട് അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അവസരം കൊടുത്ത് സന്തോഷത്തോടെ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുക എന്നുള്ളതാണ് ഈ കൊഹീഷൻ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ആ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്. ഇത്രയുള്ള ആ ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ ടാ, നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. നെക്സ്റ്റ് മായ ട്ടാ. മിസ്, ഞാനിങ്ങനെ സമ്മപ്പായിട്ടല്ല എഴുതിയേക്കുന്നത്, അതുകൊണ്ട് വേണമെങ്കിൽ അടുത്തയാൾ പറഞ്ഞോട്ടെ. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇച്ചിരി ഇങ്ങനെയല്ല പറഞ്ഞത്, അതുകൊണ്ട് എടുക്കണം. ലോങ് ആയാലും കുഴപ്പമില്ല, ഞങ്ങള് കേട്ടോളാം. കാരണം ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊരു അവസരം കൊടുക്കാതിരുന്നാൽ അത് കുഴപ്പമില്ല മാം, അടുത്തയാൾ പറഞ്ഞിട്ട് പറയണോ കേട്ടോ. എന്തോ ടൈം അല്ല, ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് പറഞ്ഞോളാം. ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഓക്കെ മാം. എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന്ന് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ചിട്ടാ. മോന് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി മായ. ഓക്കെ നോക്കട്ടെ. ഓക്കെ മാം. Good afternoon, ma'am, and good afternoon all. Our topic is Society of Cohesion. അപ്പം ഞാൻ കുറച്ച് ഡീപ്പായിട്ട് എഴുതിയേക്കുന്നാലും ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുകയാണ്. ഓക്കെ, ഞാൻ ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ നമ്മൾ കുട്ടികളുടെ വികസനത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, ബോധവാന്മാർ, നമ്മുടെ ടീച്ചേഴ്സ് എന്നുള്ള സൈഡിൽ അതാണ്, കുട്ടികളുടെ വികസനത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നവരായിരിക്കണം ആസ് എ ടീച്ചർ. കുട്ടിക്ക് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവന്റെ മാനസികവും, അവിടെ രണ്ട് എനർജിയാണ് ഉണ്ടാകുന്നത്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഊർജവും, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഊർജം. അപ്പൊ ഒരു പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റായ ഒരു ഇതിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ആ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വളരെ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾക്ക് കിട്ടും. അങ്ങനെയുള്ള കുട്ടികൾ എന്തായിരിക്കും, അതാണ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, അതായത് ഒരു സാധാരണ കുട്ടി. നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടി, ഒരു സാധാരണ കുട്ടിയായിട്ട് അവർ മാറുന്നു. അങ്ങനെ സാധാരണ നിലയിലാവുമ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികളെ മോണ്ടിസോറി പറയുന്നത് എന്ന് പറയുന്നത് കൊഹിഷൻ ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹിഷൻ. അതായത് കൊഹിഷൻ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് കെട്ടുറപ്പ് എന്നാണ്. അതായത് പുതിയ കുട്ടികളുടെ ഒരു കൊഹിഷൻ വഴിയുള്ള പുതിയ കുട്ടികളുടെ ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള കുട്ടികൾ തമ്മിൽ എന്തായിരിക്കും, നല്ല ബോണ്ടിങ് ആയിരിക്കും. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളിലും ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് അവർ നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരോട് സ്നേഹം, സഹാനുഭൂതി, ആ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അത് നമ്മുടെ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ the children are able to attain such cohesion. They are naturally full of love, sympathy and feel of others. ഇതിനകത്ത് നമ്മുടെ MCQ ക്വസ്റ്റ്യൻ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, children are able to attain such cohesion because they are naturally full of എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, ലവ്, സിമ്പതി ആൻഡ് ഫീൽ ഓഫ് അതേഴ്സ്. അപ്പൊ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. പിന്നെ ചൈൽഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി വർക്ക് യൂണിസൺ. സാധാരണ കുട്ടികളുടെ ഫിസിക്കൽ എനർജിയും മെന്റൽ ഹെൽത്തും കൂടെ യൂണിസൺ എന്ന് പറഞ്ഞാൽ എന്താ, ഏകീകൃതമാകുന്നു. അങ്ങനെ വരുമ്പോഴുള്ള കുട്ടികൾ എന്ത് ചിൽഡ്രൻ ആയിരിക്കും, നോർമലൈസ്ഡ്. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പൊ നമ്മുടെ MCQലെ 2 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു ഈ ചാപ്റ്ററിലെ. നെക്സ്റ്റ് വരുന്നത് കൊഹിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്. അപ്പം മറ്റുള്ളവരുടെ ഈ കൊഹിഷൻ എന്ന് പറയുന്നത് അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് 4 കാര്യമാണ്. ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല. റെസ്പെക്ട് ഓഫ് റൈറ്റ് ഓഫ് അതേഴ്സ്, അവരുടെ അവകാശത്തോടുള്ള ബഹുമാനം, അതായത് മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കും. ദെൻ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ പറയുമ്പോൾ പരസ്പര സഹായം എന്നാണ് അതിന്റെ കറക്റ്റ് മലയാളം മീനിങ്. അങ്ങനെ വരുന്ന എന്താണ്, 3 to 6 years ഉള്ള ചിൽഡ്രൻ, അതായത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെയുള്ള എൽഡർ വൺ യങ്ങർ വൺസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. പിന്നെ വരുന്നത് ഒരു മോറൽ ഹെൽപ്പ്, ധാർമ്മികമായ സഹായം എന്നാണ് ഇതിന്റെ മലയാളം മീനിങ്. അവിടെ എന്താണ്, ചിൽഡ്രൻ ഇപ്പം നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പം കുഞ്ഞു പിള്ളേർ വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് അത് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ സാധാരണ ഇടയിലാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അയ്യേ നീ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് കളിയാക്കും അല്ലെ.
എന്നാൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ എൽഡർ വൺ പേഷ്യൻസോട് കൂടി ആ യങ്ങർ വൺസിനെ സാരമില്ല കേട്ടോ, ഇത് ചെയ്ത് ശരിയായില്ലേ, സാരമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അവരൊരു മോറൽ സപ്പോർട്ട് അവരെന്ത് ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് അവർ ചെയ്യുന്നത്. അതിന് മോറൽ ഹെൽപ്പ് ചെയ്യും. ഹാർമണി, അങ്ങനെയുള്ള ഹാർമണി എന്നുള്ള കറക്റ്റ് മീനിങ് ഐക്യമാണ്. അപ്പൊ ഹാർമണി ഈസ് എൻഗേജ് ഇൻ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. പിള്ളേരെല്ലാം പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പരസ്പരം സഹകരണത്തോടെ അവരെ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഐക്യം ഉണ്ടാകുന്നു. ത്രൂ ദിസ് ചിൽഡ്രൻ ലേൺ ടു എക്സസൈസ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. എന്താണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ്, അതായത് ഒരു കുട്ടി ചെയ്ത് കഴിയുമ്പം ഇപ്പൊ മെറ്റീരിയൽസ് ഒക്കെ ഒരെണ്ണേ കാണുള്ളൂ ചിലപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഇതില് മറ്റേ ആള് ചെയ്യാൻ കൂടെ ഈ ഒരാൾ മറ്റുള്ളവർ വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ഉണ്ടാകുന്നത്, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. അതാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പം ആദ്യം ആ ഒരു ആക്ടിവിറ്റി ചെയ്ത കുട്ടിയുടെ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അവൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റൈറ്റ് പ്ലേസിൽ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും, പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. അതാണ് ഹാർമണി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പറയുന്നത് 4 പോയിന്റ്സ്. കോർപ്പറേഷൻ, അവർക്ക് സഹകരണം ഉണ്ടാവും. ദെൻ ഡിസിപ്ലിൻ, അച്ചടക്കം. സോഷ്യൽ സെറ്റിൽമെന്റ്, സാമൂഹ്യ വികാരം. ആൻഡ് ഒബീഡിയൻസ്, അനുസരണം. അപ്പം അതിനകത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾ ആവശ്യമുള്ള സമയത്ത് ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ രീതിയിൽ എന്റെ ടേൺ വരുമ്പോൾ ഞാനത് ചെയ്യുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഡിസിപ്ലിൻ ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന ഒന്നാണ്. അതായത് നമ്മളൊന്നും നിർബന്ധിച്ച് ചെയ്യുന്നില്ല മോണ്ടിസോറി ക്ലാസ്സിൽ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ അവരുടെ ഉണ്ടാവും. അതായത് സാമൂഹിക അച്ചടക്കമാണ് ഈ സോഷ്യൽ ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഷ്യൻസ്, ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്ഷമ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ഓരോ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവും. പിന്നെ ഒബീഡിയൻസ്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താണ്, അവിടെ ഒബീഡിയൻസ് ഉണ്ടാകുന്നു. ഇന്നർ ഡിസിപ്ലിൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ്, ഈ ഇതിലൂടെ എല്ലാം പാസ് ചെയ്ത് വന്ന കുട്ടികൾ എന്താണ്, ഫുൾ ഓഫ് ഫ്രീ ആയിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും. എന്താണ് കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും, റെസല്യൂട്ട് ആയിരിക്കും, എന്തായിരിക്കും, ദൃഢനിശ്ചയമുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഉണ്ട്. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റ് നോർമലൈസ് ചിൽഡ്രൻ ഈസ് നോൺ ആസ്, അതിനകത്ത് വരുന്ന എന്താണ്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹിഷൻ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ബൈ കൊഹിഷൻ, അതാണ് 3rd ക്വസ്റ്റ്യൻ. ദെൻ 4th ക്വസ്റ്റ്യൻ ഈസ് ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ് ചിൽഡ്രൻ ഇൻ എ മിക്സ്ഡ് ഗ്രൂപ്പ് പ്രൊവൈഡ് റോൾ മോഡൽ ഇൻ എ ക്ലാസ്. നമ്മളെ മോണ്ടിസോറി ക്ലാസ്സിൽ ഏത് ഗ്രൂപ്പ് ചിൽഡ്രൻ എങ്ങനെയാ, എൽഡർ വണ്ണിനെയാണ് കുഞ്ഞു പിള്ളേർ ആരെയാണ് മോഡലായിട്ട് കാണുന്നത് അല്ലേ. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റ് ചിൽഡ്രൻ ഇൻ എ മിക്സ്ഡ് ഗ്രൂപ്പ് പ്രൊവൈഡ് റോൾ മോഡൽ ഇൻ എ ക്ലാസ്, എൽഡറിനെയാണ് കാണുന്നത്. പിന്നെ 5th ക്വസ്റ്റ്യൻ, ഹാർമണി വിൽ ബ്രിങ് ദ ചിൽഡ്രൻ ലേൺ ടു എക്സസൈസ്. അങ്ങനെയുള്ള ഹാർമണി വന്നു കഴിയുമ്പോൾ, ഐക്യം വന്നു കഴിയുമ്പോൾ കുട്ടികളിൽ എന്തായിരുന്നു ഉണ്ടാകുന്ന 2 ഇതെന്ന് പറയുന്നത് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. അങ്ങനെ നമ്മളുടെ ആ ചാപ്റ്ററിൽ വരുന്ന 5 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു മാം. ഓക്കേടാ, നല്ലതായിരുന്നു മായ. പക്ഷേ ഞാനൊരു എന്റെ അഭിപ്രായമാണ് പറയണത്. നമ്മളൊരിക്കലും ഇപ്പൊ എന്താ പറയാ, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ എക്സാം ശരിയാണ്, നിങ്ങൾ പഠിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കരുത് നമ്മൾ ഓരോ ചാപ്റ്ററിനോട് അപ്രോച്ച് ചെയ്യാനായിട്ട്. ആ ചാപ്റ്ററിൽ നമുക്ക് എന്താണോ ക്യൂർ ചെയ്യണത് അതായിരിക്കണം നമ്മൾ പറയേണ്ടത്. പറഞ്ഞത് തെറ്റാണെന്നോ അങ്ങനെ ഒന്നല്ല, പറഞ്ഞത് പ്രിസന്റേഷൻ ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ എക്സാം ഓറിയന്റഡ് മാറ്റിയിട്ട് നമ്മള് അത് നമ്മളുടെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ആ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോ മിസ് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ മായ. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എക്സാം അടുത്ത് വരുന്നോണ്ട് അങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് എന്നുള്ള ഒരു ഇത് ചെയ്തു. എക്സാമിന് അധികം നാളില്ല, അതുകൊണ്ട് വേഗം പഠിച്ചോളാന്ന് വിചാരിച്ചല്ലേ.
കുഴപ്പമില്ല, നല്ലതായിരുന്നു. ജസ്റ്റ് നമ്മളിപ്പോ വിചാരിക്കും ഈ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. ജസ്റ്റ് മോക്ക് ടെസ്റ്റിന് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തരണുള്ളെങ്കിലും എക്സാമിന് ചിലപ്പോ അതിൽ കൂടുതൽ എക്സാമിന് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഓപ്ഷൻ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു കണ്ടന്റ് ഉൾക്കൊള്ളണം. എപ്പോഴും ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അടുത്തത് ആരാണ്? ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എല്ലാമായ കുഴപ്പമൊന്നുമില്ലടാ, എനിക്ക് ഇഷ്ടമായി, പറഞ്ഞതൊക്കെ ഇഷ്ടമായി. പക്ഷെ മോനിപ്പോ പറഞ്ഞപ്പോൾ മനസ്സിലായി, മോൻ ആ റിവിഷൻ മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മളെല്ലാവരും നോക്കുമ്പോൾ എക്സാം ഓറിയന്റഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ആ ചാപ്റ്ററിന് എന്താണോ ഉൾക്കൊള്ളാൻ പറ്റിയത്, നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്താ കിട്ടിയതെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എല്ലാവരും ഇതുമാണ് കേട്ടോ. ഇനി പിങ്കി അല്ലേ? അല്ല, Pranisha. പ്രസന്റ് ചെയ്തോടാ. Okay, teacher. Society of cohesion. Normalized child means perfect freedom in a class and yet have to perfect discipline from them. This is the society of new children or society by cohesion. അപ്പം ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ മോണ്ടിസോറി ചൈൽഡിന്റെ പെരുമാറ്റം, അതിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ആ കുട്ടികൾക്ക് നല്ല ഷെയറിങ് ഹാബിറ്റ്സ് ഉണ്ടാവും, എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആയിരിക്കും, ലവ് ഉണ്ടാവും, അറ്റാച്ച്മെന്റ് ഉണ്ടാവും, സിമ്പതി, ഹാർമണി, പേഷ്യൻസ്, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പറ്റും. മോണ്ടിസോറി കുട്ടികൾ അവർക്ക് നൽകുന്ന വർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല കറക്റ്റായിട്ട് അവർ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കും. ആ ഒരു ടീച്ചർമാരെന്ന് പറയുന്നത് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നിനും അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നില്ല. അവർ തന്നെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കുന്നു. മോണ്ടിസോറിയിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ ആ ഒരു സൊസൈറ്റിക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, നല്ല ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവുണ്ടാവും, ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം പറയാം. മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നല്ല ഒരു അട്രാക്റ്റ് ആയിട്ടുള്ള, കുട്ടികൾക്കും കളർഫുള്ളും നല്ല അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ തന്നെ അതെല്ലോ വളരെയേറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും അതെല്ലോ. പിന്നെ ആ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ആദ്യത്തെ കുട്ടികൾ ഒരു എൽഡർ കുട്ടികളെ എപ്പോഴും യങ്ങർ കുട്ടികളെ സഹായിക്കുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവർക്ക് നല്ലൊരു ഫ്രീഡം വെച്ചിട്ടായിരിക്കും ആ ഒരു ക്ലാസ് റൂം തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ടീച്ചർ ഓരോ പോയിന്റ് ആയിട്ട് എടുത്ത് പറയാം. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റു കുട്ടികളെ റെസ്പെക്ട് ചെയ്യാനും എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ആ ഒരു പ്രശ്നം തരണം ചെയ്യാനുള്ള കഴിവ് ആ കുട്ടികൾക്ക് ഉണ്ടാവും. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ കുട്ടികൾക്ക് എൽഡർ വൺ എപ്പോഴും യങ്ങർ വണ്ണിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരിക്കലും അവർ തമ്മിൽ എന്ത് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. എപ്പോഴും അവര് എന്തൊരു കാര്യം ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാൻ തന്നെ ഈ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ടീച്ചർമാർ അവരെ സമ്മതിച്ചു കൊടുക്കുന്നു. പിന്നെ മോറൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ മറ്റു കുട്ടികൾക്ക് വരുന്ന ഇപ്പൊ ഒരു മോണ്ടിസോറിയിലെ ഒരു മെറ്റീരിയൽ ബാക്കി കുട്ടികൾ ചെയ്ത് കഴിയുന്നത് വരെ അവര് നല്ല ക്ഷമയോടെ കാത്തിരിക്കുക, ആ ഒരു കുട്ടി ചെയ്ത് വരുന്നവരെ. പിന്നെ ഹാർമണി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ആ ഒരു കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാവും അവർക്ക്. പിന്നെ കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ തമ്മിൽ നല്ലൊരു ഒത്തൊരുമ ഉണ്ടാവും. കുട്ടികള് അവർക്ക് ഫ്രീ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനും അവർക്കുള്ള എല്ലാ ഫ്രീഡവും കൊടുത്ത് ചെയ്യുന്നു. പിന്നെ നല്ലൊരു ഡിസിപ്ലിൻ, ആ കുട്ടികൾ തന്നെ അവർക്ക് വേണ്ടുന്ന ഡിസിപ്ലിനും ഒക്കെ ആ ഒരു ഫോഴ്സ് ചെയ്തിട്ട് മാത്രമേ അവർ ചെയ്യുള്ളൂ. പിന്നെ സോഷ്യൽ സെന്റിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെല്ലാം ഒത്തൊരുമയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പഠിക്കാനും ശ്രമിക്കുന്നു.
പിന്നെ ഒബിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസിപ്ലിൻ പോലെ തന്നെ ഉള്ളതാണ് ഒബിഡൻസ് എന്ന് പറയുന്നത്. അത് നല്ല പീസ്ഫുള്ളും ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനോ ആ കുട്ടികൾക്ക് പറ്റും. പിന്നെ അവരുടെ ക്യാരക്ടർ എപ്പോഴും നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അത് അവിടെ ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. പിങ്കി അല്ലേ? യെസ് മാം. ഓക്കെ, എല്ലാവരും ഏതാണ്ട് എല്ലാ പോയിന്റും പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പം ഞാൻ എഴുതിയ ഒരു സമ്മറി ഉണ്ട്, അത് ജസ്റ്റ് റീഡ് ചെയ്ത് അത് മലയാളത്തിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. I want to discuss about a short summary of this lesson, Society of Cohesion. What is the meaning of Society of Cohesion? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെട്ടുറപ്പുള്ള സമൂഹം എന്നാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കെട്ടുറപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ കെട്ടുറപ്പുള്ള ഒരു സമൂഹം എങ്ങനെ ഉണ്ടാകുന്നു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളിൽ നമുക്ക് ഈ എല്ലാ ഗുണങ്ങളും കാണാൻ സാധിക്കും. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമായ, ഒരു സമൂഹം കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ ആവശ്യമായ എല്ലാ ക്വാളിറ്റീസും ഒരു മോണ്ടിസോറി എൻവയോൺമെൻറ്റിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ലെസണിൽ പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം ഞാൻ എഴുതിയ സമ്മറി, എന്നിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഡോക്ടർ മരിയ മോണ്ടിസോറി റെഫേർഡ് ദ കൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി ഓഫ് കൊഹിഷൻ ഓർ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. New children means normalized children. In a Montessori environment, the children able to attain the cohesion because they are full of love, sympathy, feel for others. By the exercise of practical life activities, it inspires them social grace and courtesy and help them into a cohesive group. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നോർമലൈസ്ഡ് ചിൽഡ്രനെയാണ് ഒരു മോണ്ടിസോറി പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഡീവിയേറ്റഡ് ചിൽഡ്രനുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് വ്യത്യാസമായിരിക്കും നോർമലൈസ്ഡ് ചിൽഡ്രനുള്ള ഒരു സൊസൈറ്റി വന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും, ലവ്, സിമ്പതി, ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, ഈ പറയുന്ന എല്ലാതും ഒരു മോണ്ടിസോറിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് അവർ അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഒരു ഫാൻറ്റസി ആക്ടിവിറ്റീസിലല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ മോർ റിലേറ്റഡ് ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആക്ടിവിറ്റീസുകളിലൂടെ അവർ ഈ പ്രകാരമുള്ള എല്ലാ ഗുണഗണങ്ങളും നേടിയെടുത്തിട്ടുണ്ടാവും. മാത്രമല്ല അടുത്തത്, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ആർ ഇൻ ദ മോണ്ടിസോറി. ദ ഓൾഡർ വൺസ് ഹെൽപ്സ് ദ യങ്ങർ വൺസ് ആൻഡ് ദ യങ്ങർ വൺസ് ഹെൽപ്പ് ഈച്ച് അതർ. ദ ഓൾഡർ ചിൽഡ്രൻ പ്രൊവൈഡ്സ് റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. The children sharing each other, no competition between them, solving problems by themselves. It will gradually bring harmony in the class. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പ് 3 to 6 ഏജ് ആണ് നമ്മൾ നോർമലി പറയുന്നത് മോണ്ടിസോറി ഏജ് ഗ്രൂപ്പ്. ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾ ഹെൽപ്പ് ചെയ്യും, ചെറിയ കുട്ടികൾ തമ്മിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വലിയ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ ആയിരിക്കും. അപ്പോൾ ഇത് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ദ സോൾവ് ദംസെൽസ്, അവർ തന്നെ അത് സോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പേഷ്യൻ്റ് ആയിരിക്കും, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരിക്കും, മറ്റുള്ളവരുടെ ഫീലിങ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് വഴി ഒരു ഹാർമണി ആ ക്ലാസ്സിൽ രൂപപ്പെടുന്നു, ഒരു ഐക്യം അവരിൽ രൂപപ്പെടുന്നു. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, though activities, the children learn to exercise patience and respect. They learn the obedience, discipline, cooperation, and social sentiment. അതിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് സ്വന്തമായി സെലക്ട് ചെയ്യാം. അതുപോലെ ഫ്രീഡം ടു മൂവ് ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി അവർ അറിയാതെ തന്നെ അവർ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി രൂപപ്പെടുകയാണ്. ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, കോർപ്പറേഷൻ, സോഷ്യൽ സെൻറ്റിമെൻറ്റ് ഓൾസോ അവരിൽ അത് രൂപപ്പെടുന്നുണ്ട്. എ ഗുഡ് ക്യാരക്ടർ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ചിൽഡ്രൻ. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ ഫോർമേഷനാണ് മോണ്ടിസോറിയിലൂടെ അവിടെ നൽകപ്പെടുന്നത്. ദ ചൈൽഡ് ഈസ് പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബിലോങ് ഹിസ് ഗ്രൂപ്പ്.
ഫൈനലി ഹി ബിക്കെയിം ഫിറ്റ് ഫോർ ദ സൊസൈറ്റി. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം ചെയ്യുന്നത് വഴി കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും. ഒരിക്കലും അവർ എന്താ പറയുക, അവർക്ക് ഒരു ബോറിങ്ങോ ഇറിറ്റേഷനോ ഒന്നും അവരുടെ ആ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അവർ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുന്നതിൽ അവർ ഹാപ്പി ആയിരിക്കും, പ്രൗഡായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സമൂഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ ദേ ബിക്കെയിം ഫിറ്റ് ഫോർ ദ സൊസൈറ്റി. ഇതാണ് സൊസൈറ്റി ഓഫ് കൊഹിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു മാം. നന്നായിരുന്നു. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഡൗട്ടുകളൊന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി. ക്വസ്റ്റ്യൻസ് അടക്കം നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ടെൻഡൻസീസ് ഓഫ് മാത്സ്. എനിക്കറിയാം മൊമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, കുട്ടികളെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിനുള്ള അവസരം തരാട്ടെ, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിനുള്ള അവസരം തരും. നമുക്ക് ടൈം ഉള്ളതുപോലെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്? ടെൻഡൻസി ഓഫ് മാൻ എന്നുള്ളത്. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? ജസ്റ്റ് എങ്ങനെ അറിഞ്ഞതെന്ന് പറയാവോ? മാം, എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്തെ മെമ്പർ വിട്ടതായിരുന്നു, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തതായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽസ് കുടുംബശ്രീ ഗ്രൂപ്പിലായിട്ട് ഷെയർ ചെയ്തു. മറ്റുള്ളവരും അങ്ങനെ? എന്റേതും അങ്ങനെ തന്നെ, കുടുംബശ്രീ ഗ്രൂപ്പിൽ വന്ന് അങ്ങനെ കണ്ട് ജോയിൻ ചെയ്തത്. എന്റെ വാർഡിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, അങ്ങനെ കണ്ടത്. വാർഡിന്റെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ സ്റ്റാറ്റസ് കണ്ടു, വാർഡ് ഗ്രൂപ്പ് കണ്ടു, ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണേ. ദെൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ നിങ്ങളുടെ ഓറിയന്റേഷൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലോർ ചെയ്തോ? സെർച്ച് ഒക്കെ ചെയ്തു, ഇൻഫർമേഷൻസ് ഒക്കെ നോക്കിയിരുന്നോ? ഇങ്ങനെ കോഴ്സിന്റെ ഇൻഫർമേഷൻ ഇല്ലേ നമ്മളത്? നമ്മുടെ അടുത്തുള്ള മോണ്ടിസോറികളിലൊക്കെ വിളിച്ചു ചോദിച്ചായിരുന്നു ഇങ്ങനെ കോഴ്സുകളെ കുറിച്ച്. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്, അപ്പൊ അവിടെ മോണ്ടിസോറി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. ഒപ്പം നമ്മുടെ സ്മാർട്ട് സ്ത്രീയിലും അന്വേഷിച്ചു, കമ്പയർ ചെയ്തു. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഒത്തുവരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് സെലക്ട് ചെയ്തു. അപ്പൊ നമ്മള് ഈ കോഴ്സിനെ കുറിച്ച് ടെൻഡൻസി ഓഫ് മാനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ആദ്യം ഈ കോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. സോ നമ്മൾ ആ ഇൻഫർമേഷൻസിന്റെ ഡീറ്റെയിൽസ് എടുത്തു. ഇതിന് ഓറിയന്റേഷൻ, നമുക്ക് ആ കോഴ്സ് ചെയ്താലോ എന്ന് നമ്മുടെ മൈൻഡിൽ തന്നെ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്തു, കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തു. ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തു. ദെൻ നമ്മൾ എല്ലാവരും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്, നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നീഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നത്. സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പറയാം, സൈക്കോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓക്കെ അത് കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പൊ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിന്റെ മെന്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊക്കെ നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളും എന്താണ് വീട്ടമ്മമാരാണ്. ഒരുപാട് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നവരാണ് ഭൂരിഭാഗം കുട്ടികൾ. അപ്പൊ അവർക്കൊരു സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യാനായിട്ടില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്നിടത്ത് നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഈ ഒരു ഇതിലേക്ക് വന്നത്. ഈ ഒരു കോഴ്സ് എടുത്ത് നമുക്കൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ടീച്ചറായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തതിൽ ഒരു സോഷ്യൽ നീഡും കൂടിയുണ്ട്. നമുക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങള് ടീച്ചർ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ടീച്ചർ ആണ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ നമുക്കൊരു റെസ്പെക്ട് കിട്ടും. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഈ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ജസ്റ്റ് ഒരു സ്കൂളിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ
മോൾക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇംപ്രഷൻ കിട്ടും. ഒന്നും ചെയ്യാതെ ഇത്രയും പഠിച്ചിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും അവരുടെ മനസ്സിൽ മോൾക്ക് ടീച്ചറാണല്ലേ, അപ്പൊ മോൾ എന്ത് കോഴ്സാ പഠിച്ചേ, അവർക്കൊരു റെസ്പെക്ട് ആയിരിക്കും നമ്മളോട് ടീച്ചറാണെന്ന് പറയുമ്പോൾ. ഒരു നമ്മൾ എന്താ പറയാ, ടീച്ചറൊന്നും യൂസ് ചെയ്യാനേ പാടില്ല എന്നാ പറയാറ്, ഫെസിലിറ്റേറ്റർ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്ട് കിട്ടാണ്. നമ്മള് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സൈക്കോളജിക്കൽ ഒരു നീഡ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ് കിട്ടും. എന്നുവെച്ചാൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ നീഡ്സ് പഠിച്ചില്ലേ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിങ്ങള് ട്രെയിനിങ്ങിന് പോയില്ലേ? ആരൊക്കെ ട്രെയിനിങ്ങിന് പോയവര്? പോയിരുന്നല്ലേ? അപ്പോ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? നല്ലൊരു കംഫർട്ട് ആയിരുന്നു. എന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്താൽ അത് ഓക്കെയാണ്, നമ്മളും ഒരു ടീച്ചറായി എന്നൊരു മനസ്സിലൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. ഇനിയും എനിക്ക് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്താൽ മതി, ഞാൻ ഈ ഒരു ജോബിനോട് ഇത്രയും താല്പര്യമായി, അല്ലെങ്കിൽ ജോബ് എന്നല്ല ഈ ഒരു പ്രൊഫഷനോട് ഇത്രയും എന്ത് ചെയ്തു ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു നീഡ് നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് നമ്മള് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്റെയാണോ? അല്ല ശരണ്യ മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു ആദ്യത്തെ ക്ലാസ് അല്ലേ? അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വന്നപ്പോൾ നിങ്ങൾക്ക് കുറെ ഡൗട്ട് ഒക്കെ ആയിട്ടായിരിക്കും ക്ലാസ്സിൽ കയറിയത് അല്ലെ? ഇതെങ്ങനെയായിരിക്കും, ഓൺലൈൻ ക്ലാസ് എങ്ങനെയായിരിക്കും, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാർ പറഞ്ഞുതരോ, ഇവര് നമ്മൾ പറയുന്നതിന് റിപ്ലൈ തരോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും അവസരം തരോ, അങ്ങനെ ഒരുപാട് ടെൻഷൻ. പിന്നെ അതേപോലെ തന്നെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഇവരിത് എങ്ങനെയാണ്, നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് തോന്നുന്നു സ്മാർട്ട് സ്ട്രീം മാത്രമാണ് ഇത്രയും കുറവില് എന്താ മോണ്ടിസോറി ഇത് കൊടുക്കുന്നത്, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. ചിലപ്പോൾ ഇനി വരുന്ന ബാച്ചിലൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങളുടെയൊക്കെ ആ ഒരു ടൈമിൽ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽഡ് സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് ആപ്റ്റ് ആയ ഒരുപാട് വേറെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? MD5കാർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ശരണ്യ മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സാറിന്റെ ക്ലാസ് ഒക്കെ വെച്ചില്ലേ നമ്മള്? ഓർമ്മയില്ലാതൊക്കെ സാറിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടി, ഞങ്ങളെ കൊണ്ടും ഇത് ചെയ്താല് ഓക്കെ ആണ്, ഞങ്ങളും പെർഫെക്റ്റ് ആണ്, ഓക്കെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഓറിയന്റേഷൻ വന്നില്ലേ മൈൻഡില്? ഓക്കെ ഞങ്ങളെ കൊണ്ട് പറ്റും. ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ക്യാമറ ഓൺ ചെയ്യേണ്ടത്, മ്യൂട്ട് ആവണോ, അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഞങ്ങൾക്കും ഇവിടുന്ന് ഫസ്റ്റ് ബാച്ച് ഒരു ഫസ്റ്റ് മന്ത് ഞങ്ങൾക്കും കുറച്ച് ഇതാണ് ഒരു എന്താ പറയാ ഒരു ഇത്തിരി ഡിഫിക്കൽറ്റി ആണ്. നിങ്ങൾ ആ ഒരു ഓർഡറിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തിരി പാടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ആണെങ്കിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് കേൾക്കണം. അതേപോലെ അവർക്ക് പറയേണ്ട സമയത്തായിരിക്കും അവര് സംസാരിക്കേണ്ടത്. ആ ഒരു ഓർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ടൈമൊക്കെ എടുത്തു ഇല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഓർഡറിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നില്ലേ? ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസുകൾ തന്നു ഇല്ലേ? തന്നു മാം. ഓക്കെ. അതൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി, then ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. then കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. then നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് വന്നു, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ റിപ്പീറ്റേഷൻ വന്നു. ഓക്കെ, ഒരു കോൺസെൻട്രേഷൻ കൂടി. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു മായ എവിടെയാണ്? മായ പറയാറുണ്ട് മോണ്ടിസോറിയില് വന്നത്, മായ അല്ലേ പറയാറ് മോണ്ടിസോറിയിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നു മക്കള് പറയുമെന്ന്, അതല്ലേ പറയാറ്? പോയാ? ഓക്കെ. നമുക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് ചേഞ്ചസ്, ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു റിപ്പീറ്റേഷൻ വീണ്ടും ആദ്യം ചെയ്തപ്പോൾ നിങ്ങൾ
ഓക്കെയാണ്. ആദ്യം നമ്മൾ ക്ലാസ്സിലൊരു ആക്ഷൻ സോങ് ചെയ്തപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വീണ്ടും നിങ്ങൾ ലേൺ ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടി. ദെൻ നിങ്ങളൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറി ഇല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേജിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളും ഒരു പെർഫെക്റ്റ് ആണ്. ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ്. അതാണ് ഞാൻ 2 ആഴ്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഇതാണ് ടെൻഡൻസി ഓഫ് മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഇപ്പൊ നിങ്ങൾ ആയാലും മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു കുട്ടി ആയാലും ഇത്രയും മാറ്റങ്ങളിലൂടെയാണ് അവൻ ഓരോ കുറച്ച് നാൾ കടന്നു പോകുന്നത്. അവൻ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോ ഈ ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഒരു ക്ലാസ്സിനോടൊപ്പം മിങ്കിൾ ചെയ്തു, നിങ്ങൾ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് തന്നെ ഒരു കുട്ടീനെ വഴക്ക് പറയുമ്പോൾ പോലും എനിക്ക് വിഷമമാണ്. അത് വഴക്ക് പറയുമ്പോൾ അതിനെ ഹേർട്ട് ആവോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അയ്യോ അതെങ്ങനെ എടുക്കും. അപ്പം നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, പക്ഷെ അതെനിക്ക് ഇപ്പോഴും വിഷമമാണ്. മായനെ കാണാനില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഹേർട്ട് ആയിട്ടുണ്ടാവോ എന്നൊരു ചിന്ത വരാണ്. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും പല പല സ്ഥലത്തിരിക്കുകയാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട് നമ്മൾ തമ്മിൽ ഇല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോ ഈ ബാച്ചിനോടായിരിക്കും ഇല്ലേ, നമ്മൾ തമ്മിലൊരു ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവർക്കും അത് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സെയിം നമുക്ക് നോക്കാം. ടെൻഡൻസി ഓഫ് മാൻ എന്ന് പറയുന്നത് ഒരുപാട് ടെൻഡൻസീസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇവിടെ പറയുന്ന മരിയ മോണ്ടിസോറി 14 ടെൻഡൻസീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനുഷ്യരിൽ 14 ടെൻഡൻസീസ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഒരുപാട് ഹ്യൂമൻ ബീയിങ്സിൽ നടത്തിയ പഠനം, ഒരുപാട് ഹ്യൂമൻ ബീയിങ്സ് അല്ല, കുഞ്ഞു കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ നിന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ഈ ടെൻഡൻസീസ് ഒക്കെ എന്താ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് എന്നാണ് പറയുന്നത്. ഈ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. മോണ്ടിസോറി ഹാഡ് മച്ച് ടു സേ അബൌട്ട് ദ വേൾഡ് പീസ്. ഓക്കെ, സമാധാനത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മോണ്ടിസോറിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ഒരിക്കലും എങ്ങനെ ആവില്ല, വയലന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കാനോ ഒന്നും പറ്റുന്ന കുട്ടികളായിരിക്കില്ല നമ്മുടെ മോണ്ടിസോറിയിൽ വളർന്നു വരുന്ന കുട്ടികൾ. അവര് മറ്റുള്ളവർക്ക് വേണ്ടി ഫീൽ ചെയ്യും, മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തിൽ ആയിരുന്നെങ്കിൽ എന്ത് ഫീൽ ചെയ്യും എന്നൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മോണ്ടിസോറി ഡിറൈവ് ചെയ്തിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വേൾഡിന്റെ പീസിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ ഓൾവേസ് talked about the importance of developing an understanding of human problem and associative human society. അപ്പോ മോണ്ടിസോറി എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് എന്താണ്, നമ്മുടെ ഹ്യൂമൻ പ്രോബ്ലം എന്താണ്, ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണ്, അത് ഹ്യൂമൻ സൊസൈറ്റി ആയിട്ട് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാനും അതെന്താ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് മെയിൻ ആയിട്ട് ശ്രമിച്ചിരിക്കുന്നത് മോണ്ടിസോറി. She firmly believed that the way to do this was through child. നമുക്കറിയാം ഒരു എന്താ പറയാ, നമുക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, കുഞ്ഞു കുട്ടിയാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പം പറ്റും. പക്ഷെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ കുഞ്ഞിലേ മുതല് ചെറുപ്പത്തിലേ മുതൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും കിട്ടുന്ന കുട്ടികളുണ്ട്, അവർ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് നിങ്ങൾ അടുത്ത ഒരു ഇതിലേക്ക് വിടുന്നതെങ്കിൽ ആ കുട്ടികൾ നല്ലൊരു കുട്ടികളായിട്ട് നല്ലൊരു ജനറേഷൻ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അല്ല നമ്മൾ വലിയൊരാളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്ഷനോട് പറ്റണമെന്നില്ല. നമുക്ക് ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ, അത് ഒരു പഴഞ്ചൊല്ലില്ലേ എന്തോ
അത് അല്ല, ചുട്ടയിലെ ശീലം ചുടൽ വരും, അത് ഓക്കെയാണ്. വലുതായി ആ ചെറുപ്പത്തിലെ ശീലം വലുതാവുമ്പോ വരെ ഉണ്ടെന്നാണ്. അല്ലാതെ വേറെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുന്നു മനുഷ്യരുള്ള കാലം. ഓക്കെ. ചെറുപ്പം മുതൽ അതിന്റെ കുറെ പഴഞ്ചൊല്ലുണ്ട്, ഞാൻ ഓർത്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. അപ്പൊ കുഞ്ഞു കുട്ടികളിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ അവർക്ക് ഭാവിയിലേക്ക് നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ കുഞ്ഞു കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ലൊരു സമാധാനം അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ. And that work of education was to establish a lasting peace. നമ്മുടെ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഈ ഒരു പീസ് ത്രൂ ഔട്ട് ഉണ്ട്. ഒരു എന്തൊരു നല്ലൊരു കാമായിരിക്കും നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ എന്തില്ല, നേരത്തെ പറഞ്ഞ പോലെ തല്ലുപിടുത്തങ്ങളോ വാശിയോ അങ്ങനെ ഒന്നുമില്ല. കാരണം അവർക്കറിയാം ഇവിടെ ഉള്ള മെറ്റീരിയൽസ് എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നെ പോലെ തന്നെ തുല്യ അവകാശം ആർക്കുണ്ട്, എന്റെ കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. Throughout the history, humans have relied on their genius and versatility for survival. നമുക്കറിയാം ജീനസ്. അപ്പോ നമ്മുടെ ഹിസ്റ്ററി, ഹ്യൂമൻ ബീങ്സിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഭയങ്കരമായിട്ട് ജീനിയസ് ആണ് ആ കുട്ടി, ഭയങ്കരമായിട്ട് ബുദ്ധി ശക്തിയുള്ളതാണ്, അവരായിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിശക്തിയുള്ള കുട്ടികളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് സർവൈവ് ചെയ്യുന്നത്. റിഗാർഡ്ലെസ് ഓഫ് റേസ്, കൺട്രി ഓർ കൾച്ചർ, ദ പീപ്പിൾ ഫോളോ സിമിലർ പാറ്റേൺ. നമ്മളിപ്പോ ഇന്ന റേസ് ആണ്, ഇന്ന വിഭാഗമാണ്, ഇന്ന രാജ്യക്കാരാണ്, ഇന്ന കൾച്ചർ ഫോളോ ചെയ്യുന്നത്, ഇന്ന പീപ്പിൾസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണ്ട, മാറ്റി നിർത്തേണ്ട. കാരണം എല്ലാവരും സെയിം പാറ്റേൺ ഓഫ് ടെൻഡൻസീസ് ആണ് നമ്മൾ കാണാറുള്ളത്. After the years of careful inspection in children's, ഡോക്ടർ മരിയ മോണ്ടിസോറി ഒരുപാട് കുട്ടികളിൽ ഒരുപാട് വർഷം നടത്തിയ പഠനത്തിൽ നിന്ന്, ഇൻസ്പെക്ഷനിൽ നിന്ന് പുള്ളിക്കാലത്ത് തന്നെ ഡെറൈവ് ചെയ്തിരിക്കുന്ന 14 ഇമ്പോർട്ടന്റ് ടെൻഡൻസീസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human being to make and define the world around them. Are refined or define nakikota, which she considered as tendencies of man's. അപ്പോ പുള്ളിക്കാരത്തി കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ നിന്ന് പുള്ളിക്കാരത്തി കുറച്ച് ടെൻഡൻസീസ് ഡിഫൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത ടെൻഡൻസീസ് 14 ഇമ്പോർട്ടന്റ് ടെൻഡൻസീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. They are exploration എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണം എന്ന് വെച്ചാല്, ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മോണ്ടിസോറി എന്ന് കേട്ടപ്പോ തന്നെ നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് എന്താണ് മോണ്ടിസോറി, ആരാണ് മോണ്ടിസോറി, ഡോക്ടർ മരിയ മോണ്ടിസോറി ആരാണ് എന്നൊക്കെ ഞങ്ങൾ പറയുന്നേക്കാളും മുമ്പ് നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളിവിടെ ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മരിയ മോണ്ടിസോറി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതാണ് എക്സ്പ്ലോറേഷൻ. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഞാനും ഈ മോണ്ടിസോറി കേട്ട സമയത്ത് എന്താണ് എന്നുള്ളത് ഞാനും എന്റെ ഇതില് കുറെ പണിക്കൂടെ കേട്ടാ. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഇപ്പൊ ഫോണൊന്നും അവൈലബിൾ ഒന്നല്ല, എന്നാലും ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താണ് മോണ്ടിസോറി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞ് ഒരു ഓർഡറിലേക്ക് വന്നു ഇല്ലേ, ഒരു ഓർഡറിലേക്ക് നമ്മൾ വന്നു ഇല്ലേ. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യം കുറച്ച് നാള് നിങ്ങൾക്ക് അതൊരു കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം ക്ലാസ് കയറാനായിട്ട് മറന്നു പോകും, അല്ലെങ്കിൽ ആ ടൈമിന് ലേറ്റ് ആയിട്ടൊക്കെ കയറാം. ആ ഒരു പ്രശ്നം മാറിയിട്ട് കറക്റ്റ് ടൈമില് 10-12 o'clock എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും ക്ലാസ്സിലേക്കൊക്കെ വന്ന് ജോയിൻ ചെയ്ത് തുടങ്ങി ഇല്ലേ? അങ്ങനെയാണോ അല്ലെങ്കിൽ ഓർഡർ പോവുകയാണ് ചെയ്തത് നമ്മുടെ കാര്യത്തില്? കറക്റ്റ് 12 o'clock എന്ന് പറയുമ്പോ ഇത്രയുമുള്ള സ്ട്രെങ്ത് ഉണ്ടോ അല്ലെങ്കിൽ പോയോ? എനിക്ക് സംശയമുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. ഒന്ന് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലതായിരിക്കും. ഇനി കുറച്ച് നാളും കൂടി നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടുപിട്ടുള്ളൂ. അപ്പൊ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഒരു ഓർഡർ ഉണ്ട്. പിന്നെ ഗ്രിഗേറിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
കൂട്ടായ്മ, നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ അത് ചർച്ച ചെയ്യും, ഇല്ലേ? ശരിയാണ് മാം. ഇന്നിപ്പോ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നു. ജാസ്മി താത്തല്ല, അപ്പൊ അവർ രണ്ടാളും പോകുമ്പോ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് എന്താന്ന് ഷെയർ ചെയ്യണേ. അങ്ങനെ ഒരു ഷെയറിങ് ഞങ്ങൾക്ക് ഇടയിലുണ്ട്. ഓക്കെ, അതാണ് ബിഗിനേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടായ്മയുണ്ട് നിങ്ങൾ തമ്മിൽ. ദെൻ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം ഇന്ന് എന്ത് ക്ലാസ് എടുത്തത്, ഇന്ന് മിസ് എന്താ പറഞ്ഞത് എന്നൊരാളൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. അപ്പൊ എത്ര പേരായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവുന്നത്? ക്ലാസ്സിൽ കയറി എത്ര പേര് ഉണ്ട്, അവരെല്ലാവരും നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ ക്ലാസ്സിലേക്ക് മിസ്സായി, എന്താണ് ക്ലാസ്സിൽ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജസ് നിങ്ങൾക്ക് വരും. ഓക്കെ, എനിക്കറിയാം. ഇനി അബ്സ്ട്രാക്ഷൻ ആണ്. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അക്യൂർ ചെയ്തിട്ടുണ്ടോ, അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും നാളുകൊണ്ട് നിങ്ങളുടെ ക്യാരക്ടറിൽ പഴയ ഒരു ക്യാരക്ടർ മോണ്ടിസോറി ഒക്കെ എടുക്കുന്നതിന് മുമ്പത്തെ നിങ്ങളുടെ ക്യാരക്ടറും ഇപ്പോഴത്തെ ക്യാരക്ടറും തമ്മിൽ നിങ്ങളൊന്ന് ഒരു എന്താ പറയാ, ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തെങ്കിലും അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പുതിയ കാലത്ത് ക്വാളിറ്റീസ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അബ്സ്ട്രാക്ട് ചെയ്തിട്ടില്ലേ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ? ഇല്ലേ? മറുപടി ഒന്നും ഇല്ലാലോ. എന്റെ മകളെ നല്ല തല്ലിയിരുന്നു. നല്ല തല്ല വെച്ചാൽ അവൾ എന്തെങ്കിലും ചെറുത് കാട്ടുമ്പോഴേ ഇപ്പൊ ഞാൻ അവളെ ആ കാട്ടുകൾ മെയിൻ ചെയ്യലില്ല. അവൾ അവളേതായ ഇഷ്ടത്തിലാണ് വളരട്ടെ വിചാരിച്ചിട്ട്. ഓക്കേടാ, നല്ലതാണ്. കാരണം അവരവരുടെ രീതിയിൽ വളരട്ടെ. നമ്മളൊരിക്കലും നമ്മുടെ ക്യാരക്ടർ മക്കളെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കുക. കാരണം മോണ്ടിസോറി ഒക്കെ പഠിച്ചതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ബെനിഫിറ്റ്സ് വേണ്ടേ കുട്ടികളുടെ ക്യാരക്ടർ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഇൻട്രസ്റ്റഡ് ആണോ ഈ കോഴ്സിൽ? ഇപ്പോ ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ എങ്ങനെ ഉണ്ടാകുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾക്കും കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. അവർ പറയുന്ന ആ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റഡ് തോന്നും. കാരണം ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഫീലിംഗ്, ആ ഒരു ടീച്ചറാണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണ്. ദെൻ കാൽക്കുലേഷൻ, ജസ്റ്റ് മാത്തമാറ്റിക്കൽ രീതിയിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സെഷനിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് കാൽക്കുലേറ്റഡ് രീതിയിൽ മനസ്സിലാക്കും. റിപ്പീറ്റേഷൻ, നിങ്ങൾക്ക് ഒരു ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറൊക്കെ ഇല്ലേ? റിപ്പീറ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തു, ഇപ്പോ എന്താണ് ബട്ടറിംഗ് ഫ്രെയിം നിങ്ങൾ ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആയില്ല, വീണ്ടും നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ലേ? ഉണ്ട് എന്ന് വിചാരിക്കാം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് കോൺസെൻട്രേഷനേക്കാളും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇപ്പൊ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവണം. കാരണം മുമ്പ് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സെൽഫ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ദെൻ സെൽഫ് കൺട്രോൾ ആണ്. ഇപ്പോ ഹസ്ബൻഡിന്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ച ഹസ്ബൻഡിനോട് ചീത്തയൊന്നും പറയാറില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാട് വഴക്കൊന്നും പറയാറില്ലല്ലോ. സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് ആയി എന്ന് പറയാം. പെർഫെക്ഷൻ. ഇനി ഇൻവെന്റീവ്നെസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് വർക്ക്. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ് പറയാം. ദെൻ നെക്സ്റ്റ് ഡേ മോണ്ടിസോറി ക്ലാസ് കുട്ടികളുടെ രീതിയിൽ പറയാം. നിങ്ങളിപ്പോ നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും? അങ്ങനെയൊന്നും ഇല്ലാത്തവരായിരുന്നില്ല നമ്മൾ ഈ ഒരു കോഴ്സ് തുടങ്ങിയ സമയത്ത്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഹൗസ് വൈഫ് ആണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിന്ന് ഓരോരുത്തരും ഓക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ നല്ല കോൺഫിഡന്റ് ആണ് എന്ന ഒരു ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാരുണ്ട് നിങ്ങളെപ്പോലെ തന്നെ. ഒരുപാട് ബാച്ചിലേക്ക് തോന്നുന്നു കൂടുതലും വീട്ടമ്മമാരാണ്. ഒരുപാട് മക്കൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് അവരുടെ കരിയർ എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ ഫാമിലിക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്തിരുന്ന അമ്മമാരിൽ നിന്ന് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ടൈം വേണം എന്നുള്ളൊരു ഇതിലേക്ക് വന്ന അമ്മമാരാണ്. നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം. ഇത്രയും നാൾ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, ഇനി ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്യട്ടെ, എന്റെ പാഷൻ എന്താണ് എന്ന് കണ്ടെത്തി ഇതിൽ ഫോളോ ചെയ്യുന്ന ഓരോരുത്തരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
The Montessori prepared environment with its careful choice, beautifully arranged materials is built around these tendencies. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ബിൽഡ് ചെയ്തെടുത്ത പോലെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ആരെയാണ്? കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ മോണ്ടിസോറി ഇതൊക്കെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് കണക്ട് ചെയ്ത് പറയാത്ത കുറച്ചൊക്കെ ഞാൻ നല്ല കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്തിരിക്കണം. ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു ടെൻഡൻസി കുട്ടികളിൽ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. ഓരോ മെറ്റീരിയൽസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് ഒക്കെ ആ കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് മോണ്ടിസോറി ടീച്ചേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഫോഴ്സ് ദെയർ സ്റ്റുഡൻസ് ടു ചിൽഡ്രൻ. നമ്മൾ ഒരിക്കലും ആ കുട്ടികളോട് ആ ആക്ടിവിറ്റി ചെയ്യുക പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഇന്നത് തന്നെ ചെയ്യണം, ഇന്ന ഓർഡറിൽ തന്നെ ചെയ്യണം. അപ്പൊ പിങ്ക് ടവർ ആണെങ്കിൽ നേരെ പിങ്ക് ടവറിന്റെ ഓർഡറിൽ തന്നെ ചെയ്യണം, വേറെ രീതിയിൽ ചെയ്യരുത് എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾ അവർക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ തന്നെ ചെയ്യട്ടെ എന്നുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ചിൽഡ്രൻസ് ആർ നാച്ചുറലി ഡ്രോൺ ടു ദ മെറ്റീരിയൽസ് ബിക്കോസ് ദേ ആർ അപ്പീൽ ടു ദെയർ ഇൻസ്റ്റന്റീവ് റൈറ്റ്സ്. അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വരുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളോ ഒരിക്കലും കുട്ടികളിൽ എന്ത് ചെയ്യരുത്, അടിച്ചമർത്താനായിട്ട് ശ്രമിക്കരുത്. During her many years of inspection, children sees great variety of cultural environment. അവർക്ക് കൾച്ചറലി ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. മോണ്ടിസോറി വാസ് ഏബിൾ ടു ഐഡന്റിഫൈ 14 specific observable traits which she considered as tendencies of man. അപ്പം ഇങ്ങനെ ഒബ്സർവ് ചെയ്തതിൽ 14 ട്രെറ്റ്സുകൾ, ഗുണങ്ങള് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഈ കുട്ടികളിൽ കാണാനായിട്ട് പറ്റി. അതാണ് ഈ ടെൻഡൻസി ഓഫ് മാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്. ഈ ടെൻഡൻസീസ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും പറയാം. അപ്പൊ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ആണ് ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ. റിപ്പീറ്റേഷൻ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടല്ലോ. ആണല്ലേ? രണ്ടാമതും 8ാമതും കൊടുത്തിട്ടുണ്ട് റിപ്പീറ്റേഷൻ. അവിടെ എന്താ പറഞ്ഞത് നോക്കട്ടെ കേട്ടോ. റിപ്പീറ്റേഷന് പകരം എന്താ പറഞ്ഞത് നോക്കട്ടെ. രണ്ടാമത്തെ ഓർഡർ ആണ്. ഏതോരം മിസ്സായിട്ടുണ്ട് മോനെ, ഞാൻ നോക്കട്ടെ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാട്ടെ ഇവിടെ, അതാണ് പ്രശ്നം. ഓക്കെ, ഈ ഒരു ഓർഡർ ഞാൻ പറയാം, അതിലൊന്ന് നോട്ട് ചെയ്യാം. എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് റിപ്പീറ്റേഷൻ ഇല്ല, ഓർഡർ ആണ് വരുന്നത് കേട്ടോ. ഓർഡർ, ഗ്രിഗറിയസ്, പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അബ്സ്ട്രാക്ഷന് മുകളിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ 4th പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, വർക്ക്. അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചേക്ക്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആരാ കണ്ടുപിടിച്ച റിപ്പീറ്റേഷൻ രണ്ടെണ്ണുള്ളത്? എന്നാലും നന്നായിട്ടാടാ. അതൊന്ന് എഡിറ്റ് ചെയ്ത് എല്ലാവരുടെ ബുക്കിലും അതൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, എഡിറ്റ് ചെയ്തോ? ഓക്കെ, ശരി. സോ ഞാൻ ഇത്രയുമാണ് ടെൻഡൻസീസ് ഓഫ് മാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഫ്രൈഡേ ചിലപ്പോൾ എന്റെ ക്ലാസ് ഉണ്ടാവില്ല. നമുക്ക് ഇംഗ്ലീഷിന്റെ പോർഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇംഗ്ലീഷിന്റെ പോർഷൻ കുറച്ച് കൂടുതൽ തീരാനുണ്ട്. സോ മൺഡേസ് ആയിരിക്കും എന്റെ ക്ലാസ് വരാം. അപ്പൊ നിങ്ങൾ നല്ല നെക്സ്റ്റ് മൺഡേ വരുമ്പോൾ ടെൻഡൻസി ഓഫ് മാൻസ് നല്ല രീതിയിലൊന്ന് എന്ത് ചെയ്യാം, പഠിച്ചിട്ടൊക്കെ വരാം, നോക്കിയിട്ട് വരാം. ടെൻഡൻസിയുടെ പേര് മാത്രം അവിടെ വരെ നമ്മൾ അക്കോർഡിംഗ് യൂണിവേഴ്സൽ ടെൻഡൻസി വരെ നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരും ഈ സൈൻ ഔട്ട് പറയാൻ? ഞാൻ തന്നെ പറയാം. Believe you can and you are halfway there. Sign out by Rishana. നിങ്ങളെന്നോട് പറ്റുമെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യും, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളൂന്ന്. അല്ലേ റിഷാന? പേര് പറഞ്ഞില്ലേടാ കറക്റ്റ് ആയിട്ട്? അതെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം.